എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ രണ്ടാം ഭാഗമാണ്. ഗുഡ് വൈബ്സ് ഓൺലി എന്നൊരു ടെക്സ്റ്റ് ബാൽക്കണിയിൽ ഒരു കോഫി കപ്പ് വെച്ചേക്കുന്ന ഫോട്ടോയുടെ മുകളിലായിട്ട്. റിപ്ലൈ ബട്ടൺ അമർത്തി ഞാൻ മെസ്സേജ് അയക്കാൻ തീരുമാനിച്ചു. ഹോപ്പ് യു ആർ എൻജോയിങ് ദി ഈവനിങ്. 2 മിനിറ്റിന് ശേഷം ബ്ലൂ ടിക്ക് വന്നു, പിന്നാലെ റിപ്ലൈ. ഹിഹി യാ വാട്ട് അബൌട്ട് യു? ഔട്ട് ഫോർ റൈഡ് ആൻഡ് സം ഗ്രോസറി പർച്ചേസ്. ഓൺ ബൈക്ക്? യാ, ഡു യു വാണ കം? You are kidding, right? Nope. Okay. But I want to be back by 10. You are not kidding, right? Are you coming to pick me or not? ഒരു അരമണിക്കൂർ. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വേഗം വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ വീണ്ടും ഇറങ്ങി. രാത്രി സമയത്ത് ബൈക്ക് റൈഡിംഗ് എനിക്കെപ്പോഴും ഹരമായിരുന്നു. സോഫിയയുടെ വില്ലയിലേക്കുള്ള ദൂരം കുറഞ്ഞ സമയം കൊണ്ട് ഓടിച്ചെത്തി. ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങാതെ ഫോണിൽ അവളെ വിളിച്ചു. ഞാനെത്തി. ഞാൻ വന്നു. ചുവന്ന നിറത്തിലുള്ള ടീഷർട്ടും ബ്ലൂ ഡെനിം ജീനും ടീഷർട്ടിന് മുകളിൽ ബ്ലാക്ക് ഷർട്ടും ധരിച്ചു ഗേറ്റ് തുറന്ന് അവൾ പുറത്തേക്ക് വന്നു. മുഖത്ത് നിന്ന് മേക്കപ്പ് എല്ലാം കളഞ്ഞു, നാച്ചുറൽ ലുക്കായിട്ടുണ്ട്. എന്നാലും ആ മുടി തന്നെയാ ഹൈലൈറ്റ്. ഞാനിതിന്റെ പുറത്ത് കയറാൻ സ്റ്റൂൾ വെക്കേണ്ടി വരുമല്ലോ. ബൈക്കിൽ കയറാനായി അടുത്തു വന്ന അവളുടെ ആദ്യത്തെ കമന്റ്, ഫുഡ് റെസ്റ്റിൽ കാല് വെക്കുക ആദ്യം, എന്നിട്ട് എന്റെ ഷോൾഡറിൽ പിടിച്ചു കയറിയാൽ മതി. കേൾക്കേണ്ട താമസം അവൾ ആകെയുള്ള 50 കിലോ വെയിറ്റ് എന്റെ പുറത്ത് ബാലൻസ് ചെയ്ത് കയറിയിരുന്നു. ഞാൻ എന്റെ സ്പെയർ ഹെൽമെറ്റ് കൊടുത്തിട്ട് അവളോട് ധരിക്കാൻ പറഞ്ഞു. ഓക്കെ, റെഡി, പോവാം. ഹെൽമെറ്റ് ടൈറ്റ് ചെയ്ത് 2 കൈകളും കൊണ്ട് എന്റെ ഷോൾഡറിൽ പിടിച്ചു അവൾ പറഞ്ഞു. ഞാൻ ബൈക്ക് പതുക്കെ മുന്നോട്ടെടുത്തു. അവളെ പേടിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് സ്പീഡ് ലിമിറ്റ് നോക്കിയാണ് വണ്ടി ഓടിച്ചത്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഞാൻ അവളോട് ചോദിച്ചു. എനിക്കും നല്ല വിശപ്പുണ്ട്, അവളും പറഞ്ഞു. എന്നാ വാ, ഒരു 15 മിനിറ്റ് അകലെ ഒരു കേരള റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ പോകാം. വേണ്ട, അടുത്തുള്ള ഏതെങ്കിലും റെസ്റ്റോറന്റ് മതി. ഞാൻ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറന്റിന് സമീപം ബൈക്ക് നിർത്തി. ഇവിടെ നിന്ന് കഴിക്കാം. പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് വെച്ച് ഞങ്ങൾ റെസ്റ്റോറന്റിനകത്തേക്ക് നടന്നു. വെയിറ്റിംഗ് ഏരിയ കടന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ലൈറ്റ് എല്ലാം ഡിം ചെയ്ത് ക്രമീകരിച്ച ഒരു ഇറ്റാലിയൻ പോഷ് റെസ്റ്റോറന്റ് ആയിരുന്നു അത്. കുറച്ച് വശത്തേക്ക് മാറിയ ഒരു ടേബിളിൽ ഞങ്ങൾ ഇരുന്നു. ലൈറ്റായിട്ട് മാത്രമേ 2 പേരും കഴിച്ചുള്ളൂ. ബില്ല് പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോകാമല്ലേ? അവളുടെ മറുപടി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ ചോദിച്ചു. തിരക്കുണ്ടോ? അവളുടെ മറുപടി എന്നെ ഒന്ന് ചെറുതായിട്ട് ഞെട്ടിച്ചു. അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ, ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറയാം. എന്നാൽ നമുക്ക് ബീച്ചിൽ പോയാലോ? യാ ഷുവർ. ഞാൻ ബൈക്ക് നേരെ ബീച്ചിലേക്ക് വിട്ടു. നല്ലൊരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിച്ച് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തു. ബൈക്കിന് എന്താ ഇത്ര കെയർ കൊടുക്കുന്നേ? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. ഇത്തിരി എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാ. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. മണൽപ്പരപ്പിലൂടെ ഞങ്ങൾ കടലിനെ ലക്ഷ്യമാക്കി നടന്നു. ചെറിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മുഖം ഭാഗികമായി എനിക്ക് കാണാം. മണലിലൂടെ നടക്കുന്നതിനിടെ അവൾ ഇടയ്ക്കിടെ തെന്നിക്കൊണ്ടിരുന്നു, ഓരോ തവണയും വീഴാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട്. കടൽക്കരയിലേക്ക് പലതവണ കയറിയിറങ്ങിപ്പോയുണ്ടായ ഒരു മണൽത്തിട്ടയിൽ നിന്ന് താഴേക്ക് ഞാൻ ഇറങ്ങി. ഏകദേശം 3 അടി താഴ്ചയുണ്ടായിരുന്നു തിരമാലകൾ വന്നു മുട്ടുന്നയിടത്തെത്താൻ. ഞാൻ ആദ്യം ഇറങ്ങി, അവൾ എന്റെ പുറകെയും. വലതുകാൽ ആദ്യം വെച്ച് ബാലൻസ് ചെയ്ത് ഇടതുകാൽ മണൽത്തിട്ടയിലേക്ക് വെച്ചതും അവളുടെ ബാലൻസ് പോയി. അയ്യോ എന്ന് പറഞ്ഞ് സോഫിയ താഴേക്ക് വീണു. മണലായതുകൊണ്ട് പരിക്കൊന്നും പറ്റിയില്ല. അവളുടെ മുഖത്തുള്ള ചമ്മലൊഴിച്ചാൽ ബാക്കി ഒരു കുഴപ്പവുമില്ല. കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് തിര നനച്ചിട്ടില്ലാത്ത മണലിൽ ഞങ്ങൾ ഇരുന്നു. ഇതുപോലെ ഔട്ടിംഗ് ഡെയിലി ഉണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചു. വീക്കെൻഡ്സിൽ മാത്രം. നമുക്ക് അല്പസമയം സംസാരിക്കാതെ ഇരിക്കാം പ്ലീസ്, അവൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനൊരൽപ്പം പുറകോട്ട് നീങ്ങിയിരുന്നു. കടലിൽ നിന്ന് വീശുന്ന കാറ്റ് അവളുടെ മുടിയെ പറത്തിക്കൊണ്ടിരുന്നു. ഓരോ തവണയും അവൾ അത് മുഖത്ത് നിന്ന് ചെവിയുടെ പുറകിലേക്ക് മാറ്റി. അരമണിക്കൂർ സമയം ഞങ്ങൾ അങ്ങനെ ഇരുന്നു, നിശബ്ദരായി. നമുക്ക് പോകാം, സമയം വൈകുന്നു. അവൾ പോകാനായി എഴുന്നേറ്റു. ഞാനും എഴുന്നേറ്റ് എന്റെ പാന്റിലെ മണൽ തട്ടിക്കളഞ്ഞു. തിരിച്ച് റോഡിലെ ബൈക്ക് പാർക്കിങ്ങിലേക്ക് ഞങ്ങൾ നടക്കാൻ ആരംഭിച്ചു. ബൈക്ക് സ്റ്റാൻഡിൽ നിന്നെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് അവളോടും കയറാനായി ഞാൻ പറഞ്ഞു. സിറ്റി ട്രാഫിക്കിലൂടെ ഞാൻ പതുക്കെ വണ്ടി ഓടിച്ചു. ഞാനൊന്നും സംസാരിച്ചില്ല. ഒന്നും ചോദിക്കാത്തത് കാരണമാകാം അവളും ഒന്നും പറഞ്ഞില്ല. അവളുടെ വില്ലയ്ക്ക് മുന്നിൽ ബൈക്ക് നിർത്തി. ഗുഡ് നൈറ്റ് ഞാൻ പറഞ്ഞു. ഗുഡ് നൈറ്റ്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. എന്റെ ഹെൽമെറ്റ് തരുന്നില്ലേ? സോറി, മറന്നുപോയി. അവൾ അത് തലയിൽ നിന്ന് ഊരി എനിക്ക് തിരികെ തന്നു. അപ്പോൾ മാത്രമായിരുന്നു ഞാൻ അവളുടെ കണ്ണുകളെ ശ്രദ്ധിച്ചത്. കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു, കരഞ്ഞ പോലെയുണ്ട്. സോഫിയ, ആർ യു ക്രൈയിങ്? നോ, ഇറ്റ്സ് ജസ്റ്റ് ഡസ്റ്റ്.
കള്ളം പറയരുത്. വെറുതെ തോന്നുന്നതാ. ഓക്കെ, ദെൻ സീ യു ടുമോറോ. ബൈ. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. അമ്മ എന്നെയും കാത്ത് ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡിന്നർ കഴിക്കാനായി കൈ കഴുകിയിരുന്നു. ടിങ്, വാട്സാപ്പ് മെസ്സേജ് ട്യൂൺ. ഞാൻ ഫോൺ എടുത്തു നോക്കി. അവളുടെ മെസ്സേജ് ആയിരുന്നു. റീച്ച്ഡ്? യാ, ജസ്റ്റ് നൗ. ഞാൻ റിപ്ലൈ അയച്ചു. ഓക്കെ. ഫോൺ മാറ്റിവെച്ച് ചപ്പാത്തിയും വെജ് കുറുമയും കൂട്ടി കഴിച്ചു തീർത്ത് ഞാൻ എഴുന്നേറ്റു. കുരിശ് വരച്ചു കിടക്കാനായി ബെഡ്റൂമിലേക്ക് നടന്നു. ടിങ്, വീണ്ടും വാട്സാപ്പ് മെസ്സേജ് ട്യൂൺ. ഹാവ് യു സ്ലെപ്റ്റ്? നോട്ട് യെറ്റ്. ഓക്കെ. വാട്ട് അബൌട്ട് യു? നോട്ട് സ്ലീപ്പി? നോ. താങ്ക്സ് ഫോർ എ വണ്ടർഫുൾ ഈവനിങ്. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? സത്യം പറയണം, ഞാൻ തിരികെ വീട്ടിൽ കൊണ്ടുവിട്ട സമയത്ത് കണ്ണു നിറഞ്ഞിരുന്നില്ലേ? കുറച്ചു സമയത്തേക്ക് നിശബ്ദത. എന്തു പറ്റിയതാ? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ. ഹേയ്, അങ്ങനെയൊന്നുമില്ലെന്നേ. ജസ്റ്റ് മെമ്മറീസ്. ഇപ്പോൾ ഓക്കെ അല്ലേ? അതെ, ഒരു കുഴപ്പവുമില്ല. എങ്കിൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് സോഫിയെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ചിരിച്ചു. അവൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി തിരിഞ്ഞു നടന്നു. അന്ന് മുഴുവൻ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൾ നന്നേ കഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടിയെന്ന് എനിക്ക് മനസ്സിലായതേയില്ല. അടുത്ത ദിവസവും ഇത് ആവർത്തിച്ചു. ഒരാഴ്ചക്കാലം അവൾ എന്നോട് ഒഫീഷ്യൽ കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനും വേണ്ടി സംസാരിച്ചതേയില്ല. ഞാനും കൂടുതലൊന്നും ചോദിച്ചില്ല. വ്യാഴാഴ്ച വൈകുന്നേരം പഞ്ച് ഔട്ട് ചെയ്യാൻ നേരം ഞാൻ നേരെ അവളുടെ ക്യാബിനിലേക്ക് നടന്നു. അവൾ കമ്പ്യൂട്ടറിൽ എന്തോ ജോലിയിലായിരുന്നു. ഞാൻ ഡോർ തുറന്ന് നേരെ അകത്ത് കയറി. അവൾ എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല. ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് എന്തോ തെറ്റ് ചെയ്ത പോലെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ പ്രശ്നം? ഞാൻ ചോദിച്ചു. ഒരു പ്രശ്നവുമില്ല, അവൾ എന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നീ മുഖത്തേക്ക് നോക്ക്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയോ ചെയ്യുകയോ ചെയ്തോ? ചെയ്തെങ്കിൽ ഐ ആം സോറി. ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ. ഞാൻ അതിന് അവോയ്ഡ് ചെയ്തില്ലല്ലോ. അവൾ ടേബിളിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി താൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്ന് തന്റെ കൂടെ ബീച്ചിൽ പോകുമ്പോഴാണ് അവസാനമായി മിണ്ടിയത്. ഒന്നുമില്ല. ആ, ഓക്കെ, ഇറങ്ങാറായില്ലേ? വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ കൂടുതലൊന്നും ചോദിക്കാതെ വിഷയം മാറ്റി. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അവസാനമായി ഒന്നുകൂടി ചോദിച്ചു. അവൾ കൂടുതലൊന്നും പറയാതെ ബാഗ് എടുത്ത് എന്റെ കൂടെ ഇറങ്ങി. പാർക്കിങ്ങിൽ നിന്ന് കാറിൽ കയറി ഞാൻ മെയിൻ റോഡിലേക്ക് വണ്ടിയെടുത്തു. വീട്ടിലേക്ക് പോകാനായി വലത്തോട്ട് പോകാതെ ഞാൻ ഇടത്തോട്ട് തിരിച്ചു. അവൾ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ മുന്നോട്ട് തന്നെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.